കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവ് കുത്തിക്കൊന്ന ഷിബില ഇനി 6 അടി മണ്ണിൽ അന്തിയുറങ്ങും. കരിക്കുളം മദ്രസ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു കബറടക്കം. പരിക്കേറ്റ ഷിബിലയുടെ രക്ഷിതാക്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു. ഈങ്ങാപ്പുഴ കക്കാട്ടിലെ കരിക്കുളം മദ്രസ ഹാളിൽ കൂടിയവരിൽ പലരും വിതുമ്പിക്കരയുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടൊരാളുടെ മയ്യത്തിനു മുൻപിൽ വേർപാടിനാൽ ഒഴുകിയതത്രയും കണ്ണുനീർ തുള്ളികളുമായിരുന്നു. ആൾക്കൂട്ടത്തിലെവിടെയോ 3 വയസ്സുള്ള ഒരു കുഞ്ഞനുജത്തിയുണ്ടായിരുന്നു. തന്നെ കൈകളിലെടുത്ത് കൊഞ്ചിച്ചവരുടെ മുഖത്തേക്കൊക്കെ അവൾ അങ്ങനെ സൂക്ഷിച്ചൊന്ന് നോക്കിയിരിക്കണം. കാരണം തൻ്റെ ഉമ്മയെ ഇന്നലെ കണ്ടതാണ്. ഇന്ന് തൻ്റെ പേര് വിളിച്ചവർക്കാർക്കും ഉമ്മയുടെ ശബ്ദമില്ലല്ലോ എന്ന് ആ കുഞ്ഞിന് തോന്നിയിട്ടുണ്ടാകുമോ? തീവ്രമായ പ്രണയമായിരുന്നു 4 വർഷം മുൻപ് യാസിറിനെയും ഷിബിലിയെയും ഒരുമിപ്പിച്ചത്. വീട്ടുകാരെതിർത്തപ്പോൾ വിഷയം നീതിപീഠത്തിനു മുൻപിലെത്തി. യാസിറിനൊപ്പം ജീവിക്കണമെന്നായിരുന്നു ഒടുവിൽ ഷിബിലയുടെ തീരുമാനം. എതിർപ്പുണ്ടായിരുന്നെങ്കിലും എല്ലാം നല്ലതിനാവട്ടെ എന്ന് ഷിബിലയുടെ വീട്ടുകാരും ആശ്വസിച്ചിരിക്കണം. എന്നാൽ യാസിറിന്റെ ലഹരി ഉപയോഗവും വിൽപ്പനയും കൂട്ടുകെട്ടുമെല്ലാം ആ ജീവിതത്തെ വൈകാതെ തകിടം മറിച്ചു. ഒടുവിൽ തനിക്കിഷ്ടമില്ലെന്നും കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്നും പലയാവർത്തി യാസിറിനോട് ഷിബില പറഞ്ഞതാണ്. ജീവനെടുക്കുമെന്നായിരുന്നു ഷിബിലയോടുള്ള ഭീഷണി സ്വരം. ഭീഷണി പോലെ തന്നെ കഠാരയുമായെത്തി കുത്തിക്കൊലപ്പെടുത്തി. തന്റെ കുഞ്ഞിന് 2 ദിവസം മുൻപ് 3-ാം ജന്മദിനം വന്നെത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു ഷിബില. ഒരുമിച്ചുള്ള ജീവിതത്തിനിടയ്ക്ക് നിറവേറ്റണമെന്നാഗ്രഹിച്ച സ്വപ്നങ്ങൾ അത്രയും തകർന്നു തരിപ്പണമായപ്പോൾ പ്രതീക്ഷ മുഴുവൻ ആ കുഞ്ഞു പൂവിലായിരുന്നു. പൊതുദർശനം കഴിഞ്ഞ് പള്ളിക്കാട്ടിലൊരുക്കി 6 അടി മണ്ണിൽ മണ്ണിനോടൊട്ടും പരിഭവമില്ലാതെ തന്നെ ഷിബിലയെ മണ്ണോട് ചേർത്തുവെച്ചു. ആ നേരം മുഴുവൻ വെയിലിനൊപ്പം മഴയങ്ങനെ പെയ്തുകൊണ്ടേയിരുന്നു. വലിയൊരു ദുരന്തകാലം കഴിഞ്ഞെന്ന പ്രകൃതിയുടെ ഓർമ്മപ്പെടുത്തലായിരിക്കണം ആ മഴ. മണ്ണിനോടലിയുന്ന മനുഷ്യൻ പറഞ്ഞു തീരാത്ത കഥകളത്രയും ഇനി കബറിൽ തുണയാകുന്നവരോട് പറഞ്ഞു തീർക്കട്ടെ. മീസാൻ കല്ലും മൈലാഞ്ചിച്ചെടിയും കുത്തി പ്രിയപ്പെട്ടവരെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ അവളിനി കാത്തുനിൽക്കുന്നത് പ്രാർത്ഥനക്കായി എത്തുന്ന പ്രിയപ്പെട്ടവർക്കായാണ്. വെറുപ്പിന്റെ ചോരക്കറയെ കഴുകിക്കളയാൻ ഉറ്റവരും ഉടയവരുമെല്ലാം അവൾക്കായി കൈകൾ ഉയർത്തുമെന്ന പ്രതീക്ഷയോടെ.